Good morning, students. We are going to discuss about the topic electron spin resonance spectroscopy or ESR spectroscopy. It is also known as electron paramagnetic resonance EPR or electron magnetic resonance EMR. So it is based on the principle that the molecules having unpaired molecules electrons will absorb microwaves in the presence of a strong magnetic field. So the electron magnetic resonance or electron spin resonance spectroscopy is based on the principle that the molecules having unpaired electrons will absorb microwaves in the presence of a strong magnetic field. It is a branch of absorption spectroscopy in which radiation frequency of microwave region is absorbed by paramagnetic substance or substance having unpaired electron in the presence of a strong magnetic field. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ESR സ്പെക്ട്രാണ്. അതിൻ്റെ വേറെ രണ്ട് പേര് കൂടി ESR സ്പെക്ട്രോസ്കോപ്പിക്ക് ഉണ്ട്. അതാണ് ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് EPR അല്ലെങ്കിൽ ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പോൾ എന്താണ് ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്യും ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്യും. അതാണ് ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ ESI ഫിനോമിന ഈസ് ഷോൺ ബൈ ദി കോമ്പൗണ്ട്സ് ഹാവിങ് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് or unpaired electron or the ions having partially filled inner electron shells and molecules that carry angular momentum of electronic origin and free radicals having unpaired electron and molecules with paired electron and zero magnetic field. ESR ഫിനോമിന കാണിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നാമത്തത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കണം. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും? അൺപെയർഡ് ആയിരിക്കും. രണ്ടാമത്തത് പാർഷ്യലി ഫീൽഡ് ഇന്നർ ഇലക്ട്രോൺ ഷെൽസ്. അപ്പോൾ നിങ്ങൾക്കറിയാം കെ ഷെല്ലുണ്ട്, SP, D ഷെല്ലൊക്കെ ഇങ്ങനെ കെമിസ്ട്രി പഠിച്ചതാണ്. അപ്പോൾ ഈ ഷെല്ല് അൺഫിൽഡ് ആണെങ്കിൽ, പാർഷ്യലി ഫീൽഡ് അല്ലെങ്കിൽ അൺഫിൽഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺസ് അൺപെയ്ഡ് കണ്ടീഷനിലാണെന്ന് അർത്ഥം. അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് പോയിൻറ്റും മീൻ ചെയ്യുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണമെന്നാണ്. പിന്നെ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഒറിജിൻ വേണം. പിന്നെ ഫ്രീ റാഡിക്കൽസ് ഹാവിങ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇപ്പോൾ മൂന്ന് കണ്ടീഷൻസിലും പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ്. അതായത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയിരിക്കും. പിന്നെ പാർഷ്യലി ഫീൽഡ് ഇന്നർ ഇലക്ട്രോണിക് ഷെൽസ് എന്ന് വെച്ചാൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. പിന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഫ്രീ റാഡിക്കൽസ് ഹാവിങ് അൺപെയ്ഡ് ഇലക്ട്രോൺസും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. പിന്നെ ആംഗുലർ മൊമെൻറ്റം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും? മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്യും. സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് ദി ESR spectroscopy. It consists of a klystron powered by klystron power, microwave stabilizer, frequency counter, isolator, variable attenuator, isolator, crystal detector, amplifier, etc. So we will discuss each important parts. Klystron tubes act as a source of radiation and the frequency of monochromatic radiation is determined by the voltage applied to the klystron. So klystron is an instrument or a tube which is used for creating radiation or microwaves, and the amount of radiation generated depends upon the voltage we apply on the klystron. So klystron is the first part of the ESR spectroscopy. It is actually a tube used for creating microwave radiation, and the amount of radiation produced depends upon the current or the voltage you apply on this klystron. അപ്പോൾ ESR സ്പെക്ട്രോസ്കോപ്പിൻ്റെ ആദ്യത്തെ പാർട്ടാണ് കിൽസ്ട്രോൺ. കിൽസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്. ഈ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? റേഡിയേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ചിട്ടാണ് കിൽസ്ട്രോണിന്ന് മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് വേവ് ഗൈഡ് ഓർ വേവ് മീറ്റർ ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ കാലിബ്രേറ്റിംഗ് ദി
ഫ്രീക്വൻസി ഓഫ് മൈക്രോവേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കിൽസ്ട്രോൺ ഓസിലേറ്റർ. അപ്പോൾ കിൽസ്ട്രോൺ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവ് ഗൈഡ് അല്ലെങ്കിൽ വേവ് മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിൽസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ട്യൂബാണ്. ആ ട്യൂബിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് ആ ട്യൂബിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോവേവ്സിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വേവ് ഗൈഡ് അല്ലെങ്കിൽ വേവ് മീറ്റർ. നെക്സ്റ്റ് ആണ് അറ്റൻവേറ്റേഴ്സ്. The power propagated down the waveguide may be continuously decreased by inserting a piece of resistive material into the waveguide known as attenuator. അപ്പോൾ ഈ വേവ് ഗൈഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന പവറിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് മെറ്റീരിയലാണ് അറ്റൻവേറ്റർ എന്ന് പറയുന്നത്. ഹൈ പവർ ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഹൈ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന റെസിസ്റ്റീവ് മെറ്റീരിയലാണ് അറ്റൻവേറ്റേഴ്സ്. Next is isolators. It is a non-reciprocal device which minimizes the vibrations in the frequency of microwaves produced by Klystron oscillator. The isolators are used to prevent the reflection of microwave power back into the radiation source, and it's a strip of ferrite material which allows microwaves in one direction only. It is also being stabilizing the frequency of Klystron. അപ്പോൾ കിൽസ്ട്രോൺ എന്ന് വരുന്ന മൈക്രോവേവ്സിൻ്റെ ബാക്ക് റിഫ്ലക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഐസൊലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കിൽസ്ട്രോണിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സ് തിരിച്ച് കിൽസ്ട്രോണിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഐസൊലേറ്റേഴ്സ്. അപ്പോൾ ഐസൊലേറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫെറൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫെറിക് അയോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? മൈക്രോവേവ്സിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അലോ ചെയ്യലാണ് ഈ ഐസൊലേറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റെബിലൈസസ് ദി ഫ്രീക്വൻസി ഓഫ് കിൽസ്ട്രോൺ. അപ്പോൾ കിൽസ്ട്രോണിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സ് ചില സമയം റിഫ്ലക്റ്റ് ചെയ്തിട്ട് കിൽസ്ട്രോണിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റീവ് മെറ്റീരിയലാണ് ഐസൊലേറ്റേഴ്സ്. മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫെറൈറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കിൽസ്ട്രോണിലെ ഫ്രീക്വൻസി സ്റ്റെബിലൈസ് ചെയ്യും. നെക്സ്റ്റ് സാമ്പിൾ cavities. The heart of the ESR spectrometer is the resonance sample cavity. In most ESR spectrometer, the dual sample cavities are generally used. It is done for simultaneous observation of a sample and a reference material. Since magnetic field interact with sample to cause spin resonance, the sample is placed where the intensity of magnetic field is greatest. അപ്പോൾ നമ്മൾ സ്പെക്ട്രോമീറ്ററിൽ ക്യുവറ്റ് സാമ്പിൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യുവറ്റാണ്. അതേപോലെ തന്നെ ESR സ്പെക്ട്രോസ്കോപ്പിലും നമുക്ക് സാമ്പിൾ ഹോൾഡർ വേണം അല്ലെങ്കിൽ സാമ്പിൾ ക്യാവിറ്റീസ് വേണം. അപ്പോൾ രണ്ട് സാമ്പിൾ ക്യാവിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ സാമ്പിളിനും ഒന്ന് നമ്മുടെ റെഫറൻസിനും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനും. ഒന്ന് നമ്മുടെ സാമ്പിളിനും ഒന്ന് നമ്മുടെ സ്റ്റാൻഡേർഡിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്ന് സാമ്പിളിന് അല്ലെങ്കിൽ ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സാമ്പിൾ ക്യാവിറ്റീസ് അല്ലെങ്കിൽ സാമ്പിൾ ക്യാവിറ്റീസ് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്താണ്. അപ്പം ഈ സാമ്പിൾ ക്യാവിറ്റീസ് ക്യുവറ്റ് പോലത്തെ സാമ്പിൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് സാമ്പിൾ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സാമ്പിൾ ക്യാവിറ്റി ഉണ്ടാകും ESRന്. അപ്പോൾ ഒന്നിൽ നമ്മൾ സാമ്പിളും ഒന്ന് റെഫറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്താണ്. നെക്സ്റ്റ് കപ്പിലേഴ്സ് ആൻഡ് മാച്ചിങ് സ്ക്രൂസ്. ദി വേരിയസ് കോമ്പോണൻറ്റ്സ് ഓഫ് ദി മൈക്രോവേവ് അസംബ്ലി ടു ബി കപ്പിൾഡ് ടുഗദർ ബൈ മേക്കിംഗ് യൂസ് ഓഫ് സ്ലോട്ട്സ് ഓഫ് വേരിയസ് സൈസ്. അപ്പോൾ മൈക്രോവേവ് കോമ്പോണൻറ്റ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പിലേഴ്സ് ആൻഡ് മാച്ചിങ് സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. Next is the crystal detectors and holder. A silicon crystal detector which converts the radiation in DC has widely been used as a detector of microwave radiation. അപ്പോൾ ഡിറ്റക്ടറായിട്ട് അത് മൈക്രോവേവ് റേഡിയേഷൻസ് ആണ് പുറത്തേക്ക് വരുന്നത്. ആ മൈക്രോവേവ് റേഡിയേഷൻ്റെ ഡിറ്റക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കോൺ ക്രിസ്റ്റൽ ഡിറ്റക്ടേഴ്സ് ആണ്. ഈ സിലിക്കോൺ ക്രിസ്റ്റൽ ഡിറ്റക്ടേഴ്സ് മൈക്രോവേവ് റേഡിയേഷൻസിനെ DC കറണ്ട് അതായത് ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. Next, magnet system. The resonant cavity is placed between the poles and pieces of an electromagnet. An electromagnet capable of producing magnetic field of at least 5000 Gauss is required for ESR. The field should be stable and uniform over the sample volume, and the stability of field is achieved by energizing the magnet with a highly regulated power supply.
അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസിൽ അപ്ലൈ ചെയ്യണം. ആ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് 5000 കോസ് ആണ്. പിന്നെ ഒരു സ്റ്റേബിൾ ആൻഡ് യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മോഡുലേഷൻ കോയിൽ. The modulation of the signal at a frequency consistent with good signal noise ratio in the crystal detector is accomplished by a small alternating variation of the magnetic field. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മോഡുലേഷൻ കോയിൽ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേ ഡിവൈസസ് ഉണ്ടാവും. ഇൻ ഓർഡർ ടു അഡ്ജസ്റ്റ് ദി സ്പെക്ട്രോം ഡിസ്പ്ലേ ഡിവൈസസിലാണ് നമ്മുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക. How does it work? The sample is placed in a resonant cavity which admits microwaves through an iris. The cavity is located in the middle of an electromagnet and helps to amplify the weak signals from the sample. The numerous types of solid-state diodes are sensitive to microwave energy, and absorption lines are detected when the separation of energy levels is equal to the energy of the incident microwave. ഇപ്പോൾ സാമ്പിൾ നമ്മൾ എടുക്കുക, സാമ്പിൾ ഹോൾഡർ അല്ലെങ്കിൽ റെസൊണൻറ്റ് ക്യാവിറ്റിയിലാണ്. അതിലൂടെയാണ് നമ്മൾ മൈക്രോവേവ്സ് പാസ് ചെയ്യുക. ഈ സാമ്പിൾ ക്യാവിറ്റി ഉള്ളത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മൈക്രോവേവ്സിനെ ആംപ്ലിഫൈ ചെയ്യുക. അതായത് മൈക്രോവേവ്സ്, അതായത് ഈ സാമ്പിളിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സിൻ്റെ ആംപ്ലിഫിക്കേഷനാണ് അതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ അത് ഒരു ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ഫ്രീ റാഡിക്കൽ. It is used for investigating molecules in triple state, അതായത് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് സ്റ്റേറ്റ് ഉള്ള മോളിക്യൂൾസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. സോ ദർ ആർ the applications of the ESR spectroscopy can be grouped into two categories: analytical application and biological application. Analytical application includes measuring and detection of manganese ions. And it can be also be used to measure and detect the copper, Cu2 ion, chromium ion, gadolinium ion, ferric ion and titanium ion. അപ്പോൾ വേരിയസ് അയോൺസിൻ്റെ മെഷർമെൻറ്റ് ആൻഡ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ അയോൺസ് ആണ്? മാംഗനീസ്, കോപ്പർ, ക്രോമിയം, ഗാഡോലീനിയം, അയേൺ, ടൈറ്റാനിയം എക്സെട്ര. ബയോളജിക്കൽ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ്സ് സ്റ്റഡീസ് ഓഫ് variety of biological systems such as leaves, seeds and tissue preparations. It is used for studying the metabolic activity of the plant material based on the concentration of free radical. It is used for studying the presence of free radicals in healthy and diseased tissues. This ഇതാണ് ബയോളജിക്കൽ ആപ്ലിക്കേഷൻ. ബയോളജിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂസിനെയും സീഡ്സിനെയും ലീവ്സിനെയും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസ് കമ്പയർ ചെയ്യാൻ, ഹെൽത്തി ആൻഡ് ഡിസീസ്ഡ് ടിഷ്യൂസുള്ള ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസ് കമ്പയർ ചെയ്യാൻ. അപ്പോൾ ESR സ്പെക്ട്രം എന്താണ്? ESR സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. അപ്പോൾ ESR സ്പെക്ട്രത്തിന് വേറെ രണ്ട് പേരുകളുണ്ട്. EPM, ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസും ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസും. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിൻ്റെ കണ്ടീഷൻസ് എന്താണ്? അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസ് എന്ത് ചെയ്യും? പിന്നെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈ മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്യും. മൈക്രോവേവ്സ് അബ്സോർബ് ചെയ്യുക. അതാണ് ESRൻ്റെ പ്രിൻസിപ്പിൾ. പിന്നെ ESRന് നടക്കാൻ വേണ്ടിയിട്ട് ചില കണ്ടീഷൻസ് ഉണ്ട്. മെയിൻലി അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിളും അത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കോമ്പോണൻസ് പഠിക്കുക. കിൽസ്ട്രോൺ ആണ് ഈ മൈക്രോവേവ്സിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മൈക്രോവേവ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വേവ് ഗൈഡ് ഉണ്ടാവും കിൽസ്ട്രോണിൻ്റെ അടുത്ത്. പിന്നെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അറ്റൻവേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ഈ മൈക്രോവേവ്സ് തിരിച്ച് കിൽസ്ട്രോണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐസൊലേറ്റേഴ്സ് വെക്കണം. പിന്നെ സാമ്പിൾ ക്യാവിറ്റീസ് ഉണ്ടാവും 2 പിന്നെ മൈക്രോവേവ്സിൻ്റെ കോമ്പോണൻസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പിളേഴ്സ് ആൻഡ് മാച്ചിങ് സ്ക്രൂസ് ഉണ്ടാവും. പിന്നെ ഈ മൈക്രോവേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിലിക്കൺ ക്രിസ്റ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ മാഗ്നറ്റ് വേണം, അതായത് സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മോഡുലേഷൻ കോയിൽ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസ്പ്ലേ ഡിവൈസസ് ഉണ്ട്.
പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ അനാലിറ്റിക്കൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ബയോളജിക്കൽ ആപ്ലിക്കേഷൻസ് പഠിക്കുക. താങ്ക് യു.